I mean, you. I can even come morning time because it's so near. Okay, I'll just let her know. Sure. Then we'll call her. Definitely. Yeah. Thank you. I recognize when I see your email ID like Panikar. Your name is? Nias. Nias. The like replacement it's not possible, right? Because I like this model. If possible, just ask like pay the additional amount. Yeah, I'll also ask her that if it's okay if he wants to pay more and get. Because you guys can get the return or something like from the shoe people, right? Yeah. Because I was working in this kind of outlet also, like there in Kerala, Okay. Bata outlet. Okay. Yeah, so we do the replacement, but this is ripped off, so the owner only said so. You know how come? Because we can't directly insert the leg, right? We Yeah. at least need to. Yeah, so how did it came off? I mean, while wearing? Yeah. Because I noticed when I went to masjid, like I just kept in the rack. That time Okay, only that I time you realized saw. it's like both. Okay. Yeah. So we never heard this kind of. This is the first. Yeah, this shoe also like- because, I guess I don't know. So it's okay, but it's she mainly about might be the quality because usually we just wear like put this, it. right? Yeah. We don't do anything. Okay. So it's okay, but I'll let her know and she'll update you. Yeah. Maybe tomorrow or Wednesday I'm working again. Sure. Okay. Thank you. Bye-bye. Jordan, no. ഞാൻ വിചാരിച്ച് കിട്ടുമെന്നില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പൊതുവേ കസ്റ്റമർ സർവീസൊക്കെ മോശമാണ്. അവിടെ ഉണ്ടോ കേട്ടോ. നമുക്കൊന്നും എന്ത് ചെയ്യാം, നമ്പറിലൊക്കെ നോക്കാം. അതൊരു നോട് പറഞ്ഞാൽ എല്ലാത്തെയും പോലെ കാലം അങ്ങനെ കടന്നു പോവുകയുള്ളൂ. നാളെ മഞ്ഞുണ്ടെങ്കിൽ സൈക്കിൾ എടുത്തപ്പോൾ ഉണ്ടാവാറ ഇങ്ങനെ മതി. നമുക്ക് നേരെ പോവാം. ഇപ്പം സാധാ വന്ന വഴിയല്ലാതെ കാണില്ല. ഓഫീസിൽ കുറേ വർക്ക് പെൻഡിങ് ആയി വന്നാണ്. അത് തീർക്കണം പോണതിന് മുമ്പ്. കാരണം ഇവിടെ ടാക്സ് റെസിപ്റ്റൊക്കെ അവസാനം കൊടുക്കൽ, വർഷത്തിൻ്റെ അവസാനം അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിലേ. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ കുറേ ടൈം എടുത്ത്. കാരണം ഒരു സെൻറ്റർ തന്നെ ചിലപ്പോൾ ഒരു 80 സംതിങ്, ആവറേജ് ഒരു 86 സ്റ്റുഡൻസ് മീൻസ് കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാ പാരൻറ്റും ഉണ്ടാക്കണം. അങ്ങനെ 16 സെൻറ്റർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്.
ഒരാഴ്ച 10 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 10 ദിവസത്തെ വർക്ക് ഫുള്ള് പെൻഡിങ് ആയി. സോ അപ്പോൾ അത് മുമ്പ് തീർത്ത് പോകണം. ഒരു റിമോട്ട് വർക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അലോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നു. അതായത് ബിഗ് പേയ്മെൻറ്റ് കിട്ടണം, എന്നാലല്ലേ കാര്യമുള്ളൂ. അല്ല വെറുതെ വർക്ക് ചെയ്യുന്ന കാര്യമില്ലല്ലോ. എൻ്റെ അടുത്ത് 2 കീര നോട്ടുണ്ടായിരുന്നു. ഫുള്ള് കീരയല്ല, കുറച്ച് കീര. അവിടെ ATM കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടിയിട്ടില്ല, മറന്നു പോകണം. ഇപ്പം നാളെ എന്താ അവസ്ഥ, എടുത്ത് വെക്കാം. എന്തൊരു ഒച്ചപ്പാടായിട്ടുണ്ട്. അതൊക്കെ സൗണ്ട് ഒച്ചത്തിട്ടാലും പ്രശ്നമൊന്നുമില്ല, നാട്ടിലല്ലേ NVD പിടിക്കുക. എന്നാലും ഒച്ചത്തോട്ടിരുന്നതാണ് എൻ്റെ ഒരു ഇത്. നമ്മളെ റൂം കുറച്ചിതാ ആ പെട്രോൾ പമ്പാണല്ലേ ചോപ്പ്, ഇത് അങ്ങനെ ക്രോസ് ചെയ്താൽ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒന്നെങ്കിൽ നേരെ പോയി ലെഫ്റ്റിലേക്ക് തന്നെ പോകണ്ടേ, അല്ലെങ്കിൽ ആ വഴി പോയിട്ട് അതേപോലെ റൈറ്റിലേക്ക് എടുത്താലും ഏകദേശം എത്തും. (2024) വീഡിയോ ഒക്കെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഒറ്റതിൽ. കുറേ ടൈം എടുക്കാതെ. കുറേ ടൈം എടുക്കുമ്പോൾ ഇയേഴ്സ് കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ 2024 മീൻസ് 2024 വരെയൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട്. അതായത് ഒരു ദിവസം 8 ക്ലിപ്പൊക്കെ വരുമല്ലോ. എന്തുകൊണ്ട് 8 ക്ലിപ്പ് വരുന്നതെന്നാണ് എനിക്ക് ഒറ്റ ഇതായിട്ട് അപ്ലോഡ് ചെയ്യാൻ താല്പര്യം. പിന്നെ 3 GB ആകുമ്പോൾ ഇത് കട്ടാവും, എന്നിട്ട് അടുത്ത ക്ലിപ്പ് ജനറേറ്റ് ആവും. അതായത് അത് നല്ല കാര്യത്തിനാണ്, കാരണം അല്ലെങ്കിൽ ഇതെവിടെ ഇപ്പം കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ എന്തോ ഇടിച്ചല്ലോ, എന്താ കുറച്ചാണ്. ആ കല്ലുപ്പ് പാകിയ അതുകൊണ്ടത്, കാരണം മഞ്ഞാകുമ്പോൾ തെന്നാതിരിക്കാൻ എന്താ കല്ലുപ്പൊക്കെ പാകയുണ്ട്. നമ്മൾ പറഞ്ഞിരുത്തിയോടാ. നല്ല ആളാണ്. ഒരാൾ നല്ലതോ ചീറ്റ് ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടി അയാളുടെ ഡ്രൈവിംഗ് നോക്കിയാൽ മതി. കുറേയൊക്കെ കേട്ടോ. ചില ആൾക്കാർ വേറെന്തെങ്കിലും ബോധത്തിൽ മറന്നു പോവും, അങ്ങനൊക്കെ വരുന്ന കേസുണ്ട്. ഇതാണ് കനേഡിയൻ ടയർ. ഇവിടെ നിന്നാണ് സൈക്കിൾ വാങ്ങിയത്. $225 ആയിട്ടുണ്ടായിരുന്നു. ഇൻറ്റു 62 കൂട്ടിയ ഇന്ത്യൻ പ്രൈസ് കിട്ടും. ഇയാൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടോ? ഇതൊക്കെ കനേഡിയൻ. ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.